സൂറത്തു യാസീനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 ആയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് 12ാമത്തെ ആയത്താണ് നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന ആയത്താണ് ഇന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ തുടക്ക ഭാഗത്ത് താക്കീതുകൾ എത്തിയിട്ട് അനുസരിക്കാത്ത ആളുകൾക്ക് വലിയ വിലങ്ങിട്ട് കളയും എന്ന താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ആയത്ത് അല്ലാഹു തആല തുടങ്ങുന്നത് തന്നെ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ഞാൻ ആദ്യം ആയത്തൊന്ന് ഷോർട്ടാക്കിയതിനൊരു ആശയം പറയാം, എന്നിട്ട് നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നമ്മളാണ് മരണപ്പെട്ടു പോയ ആളുകളെ പുനർജനിപ്പിക്കുന്നത്. നാളെ ജസാഇന് വേണ്ടിയുള്ള പുനർജന്മം, ഓരോ മയ്യിത്തുകളും എഴുന്നേറ്റവരവരുടെ ഖബറിൽ നിന്ന് വരും. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നാം അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാ ഖദ്ദമു വആസാറഹും, നിങ്ങൾ ദുനിയാവിൽ നിങ്ങളുടെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഖൈറും ഷർറും, മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനം മൂലം വആസാറഹും, അവിടെ നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങളെ പ്രവർത്തനം മൂലം തുടർന്നു കൊണ്ടിരിക്കുന്ന പലതുമുണ്ട്. അത് നന്മയും തിന്മയുമുണ്ട്. അതുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു, എല്ലാം അല്ലാഹു തആല വബത്നാഹു, നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഫീ ഇമാമിൻ മുബീൻ, ഫീ കിതാബിൻ ബയ്യിൻ, വ്യക്തമായ ഏടിൽ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന ആയത്താണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, അല്ലാഹു തആല ബഹുവചനം ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. നഹ്നു എന്നാണ് പറഞ്ഞത്. നഹ്നു എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളുണ്ട് എന്നാണ്, ഒരാളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. അപ്പൊ അല്ലാഹു തആല ചിലയിടങ്ങളിൽ ഖുർആനിൽ ഏകവചനത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ബഹുവചനത്തിലേക്ക് സൂചിപ്പിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ഇവിടെ അല്ലാഹു തആല ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു, എല്ലാം അങ്ങനെയാണ്. നമ്മളാണ് നിങ്ങളെ ഇനി പുനർജനിപ്പിക്കുന്നത്, നമ്മളാണ്. വനക്തുബു, നമ്മളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളെ കഴിഞ്ഞ കർമ്മങ്ങളൊക്കെ നമ്മളാണ് രേഖപ്പെടുത്തി. ഞാനാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മളാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്ന ഞാനാണെന്ന് പറഞ്ഞ സ്ഥലങ്ങളും ഖുർആനിലുണ്ട്. ഞാൻ രണ്ടും പറയാം. എന്താണ് അവിടെ അങ്ങനെ നഹ്നു എന്ന് അല്ലാഹു തആല കൊണ്ടുവരാനുള്ള കാരണം? ഖുർആനിലെ പലയിടങ്ങളിലും അങ്ങനെ കാണാം. ചില സ്ഥലങ്ങളിൽ യാ മുതകബ്ബിറു യാ അല്ലാഹ് എന്ന് അസ്മാഉൽ ഹുസ്നയിൽ കാണാം. കിബർ, വലിയ പൊങ്ങച്ചം നടിക്കാനുള്ള, അഹങ്കാരം നടിക്കാനുള്ള അധികാരം അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്റെ മുകളിൽ വേറെ ഒരാളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് പിന്നെ അഹങ്കാരം നടിക്കാനുള്ള അർഹതയുള്ളൂ. അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ മുകളിൽ വേറെ ഒരാളില്ല. നേരെ മറിച്ച് ഞാൻ അഹങ്കരിക്കാൻ എന്ത് അർഹതയുണ്ട്? നമ്മൾ ഓരോരുത്തരും അഹങ്കരിക്കാൻ എന്ത് അർഹതയുണ്ട്? കാരണം നമ്മുടെയൊക്കെ മുകളിൽ പല കാറ്റഗറികളിലും ആളുകളുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കാൻ മനുഷ്യന് അധികാരമില്ല, അല്ലാഹുവിന് മാത്രമേ. അതുകൊണ്ടാണ് യാ മുതകബ്ബിർ. അപ്പോൾ അല്ലാഹു തആല ഇവിടെ ചില സ്ഥലങ്ങളിൽ ആ ഒരു ശൈലി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ സാധാരണഗതിയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചില സമയങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ
ഒരല്പം ഒരു വെയിറ്റുള്ള വർത്താനം പറയുമ്പോ ഓന്റെ കളി നമ്മളോടാ, അല്ലേ? എന്നോടാ ഓന്റെ കളി നമ്മളോടാ, നമ്മളാരാ മോൻ? അപ്പൊ നമ്മളെ തന്നെ ഒന്ന് ബഹുമാനിച്ച് ഒരു വലുതാക്കി ഒരു കിബറിന്റെ വർത്തമാനം കൊണ്ടുവന്നു. ചിലപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശൈലികളിൽ കിബറിന്റെ വർത്തമാനം അല്ലാതെ തന്നെ നമ്മളൊന്ന് പറയാറുണ്ട്. ഏതായാലും അങ്ങനെ ഒരു ശൈലി കൊണ്ടുവരാറുണ്ട്. അതുപോലെ അല്ലാഹു തആല, അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് ആ സ്ഥാനം, അള്ളാഹുവിന്റെ സ്ഥാനമാണ് അത് അല്ലാഹു തആല കൃത്യമായി ഉപയോഗിക്കുകയാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. കാരണം ഇവിടെ പറഞ്ഞത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, മരണത്തിന്റെ കാര്യമല്ല മരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാ അത് ഇവിടെ പറയാതിരുന്നത്? ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങളെല്ലാരും മരിക്കുന്നു സമ്മതിക്കണമല്ല, കാരണം എല്ലാവരും മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് മരിക്കുന്നുള്ളിൽ തർക്കമല്ല, യുക്തിവാദിക്കല്ല, നിരീശ്വരവാദിക്കല്ല, ഒരു ആൾക്കും മരിക്കുന്നില്ല തർക്കമല്ല. പിന്നെ ഈ പുനർജന്മം ഉണ്ടോ അല്ലേ എന്നില്ല തർക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ആ ഒരു ആരോപണത്തെ, ആ ഒരു തെറ്റിദ്ധാരണയെ നീക്കുകയാണ്. അള്ളാഹു തആല പറയാണ്, വളരെ ഗാംഭീര്യത്തോടെ പറയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. നിങ്ങളെ പുനർജനിപ്പിക്കുന്നത് നമ്മളാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. മാത്രല്ല, നിങ്ങളെ കഴിഞ്ഞുപോയ ആ ഒരു ജീവിതകാലത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിലും കാണാം. അല്ലാഹു തആല പറയുന്നു, ഇതുപോലത്തെ ശൈലികൾ പ്രയോഗിച്ചത് കാണാം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അവിടെയും അല്ലാഹു തആല അങ്ങനെ പറയുന്നത് കാണാം. സൂറത്തുൽ ഹിജ്റിന്റെ 9-ാമത്തെ ആയത്ത്. യാസീനിൽ മറ്റൊരിടത്ത് കാണാം, ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. ഭൂമിയിൽ അനന്തരമെടുക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഭൂമിയിലുള്ള നിങ്ങളെല്ലാം എന്റെ അടുക്കലേക്കാണ് തിരിച്ചു വരാനുള്ളത്. ഭൂമിയെ അനന്തര സ്വത്തായിട്ട് ആർക്കും ലഭിക്കാനുള്ളതല്ല. അതുകൊണ്ട് അല്ലാഹു അവിടെയും ആ ഒരു പ്രയോഗം പ്രയോഗിച്ചു. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഞാൻ എന്നുള്ള പ്രയോഗിക്കുന്നുണ്ട്, എന്നെ എന്ന് മാത്രം പറയുന്നുണ്ട്. അള്ളാഹുവിന് ആരാധന നടത്തേണ്ട സമയങ്ങളിൽ ആ പ്രയോഗം അള്ളാഹു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, സൂറത്തു ത്വാഹയുടെ 14-ാമത്തെ ആയത്ത്, ഇന്നനീ അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ഇലാഹ് ഞാനാണ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഒരു ആരാധ്യനുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനീ വഖിമിസ് സ്വലാത ലദിക്രി, അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത്. അവിടെ അല്ലാഹു തആല സ്വന്തമായി ഏകവചനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, വനബ്ബി ഇബാദി, അടിമകളോട് ഇബാദത്തിന്റെ വിഷയം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, യാസീനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലാഹു തആല അല്പം ഒരു ഗർവോടെ പറയേണ്ട വിഷയത്തിൽ ഇന്നാ നഹ്നു എന്ന് ബഹുവചനം ഉപയോഗിച്ച് പറഞ്ഞു, അല്ലാത്തയിടത്ത് അല്ലാഹു തആല ഏകവചനം ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ഇന്ന് പറയുന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹു തആല പ്രയോഗിച്ചത് ഇന്നാ നഹ്നു എന്നാണ്. അല്ലാഹുവിനെ മരിച്ചവരെ രണ്ടാമതൊരു ലോകത്തേക്ക് ജനിപ്പിക്കുക എന്നുള്ളത് പ്രയാസമല്ല. നുഹ്യിൽ മൗത, മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമല്ല. അത് പ്രയാസമല്ല എന്ന് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഖുർആനിൽ മറ്റൊരിടത്ത് ഒരു ആയത്ത് കാണാം, തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ സൃഷ്ടിക്കുന്നു അല്ലാഹു, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സൃഷ്ടിക്കുന്നു അല്ലാഹു. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. പല വിശദീകരണങ്ങളും പറഞ്ഞിട്ട് അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ അല്ലാഹു സൃഷ്ടിച്ചു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും അല്ലാഹു സൃഷ്ടിച്ചു. മഹാനായ ഇമാം ഖുർത്തുബി പറഞ്ഞു,
ഹിയ ഇഖ്റാജു ദജാജതി വഹിയ ഹയ്യത്തുൻ. കോഴി മുട്ടയിടുന്നുണ്ട് അല്ലേ? കോഴി മുട്ടയിടുമ്പോൾ കോഴി ജീവനുള്ളതാണ്. കോഴിയിൽ നിന്ന് അല്ലാഹു തആല ജീവനില്ലാത്ത കോഴിമുട്ട പുറപ്പെടുവിച്ചു. തുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനില്ലാത്തതിനെ ജീവനുള്ളതിൽ നിന്ന് അല്ലാഹു പുറപ്പെടുവിച്ചു. വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ആ കോഴിമുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ജീവനില്ലാത്ത കോഴിമുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിയും വന്നു. അപ്പൊ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, രണ്ടും പെട്ടു. അല്ലാഹു തആല ഈ ദുനിയാവിൽ തന്നെ ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും മാറി മാറി സൃഷ്ടിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം കാണാം. ഈ ആയത്ത് അല്ലാഹു സൂചിപ്പിച്ചത് ഹിയൻ നുത്ഫതു തഖ്റുജു മിനർ റജുലി വഹിയ മയ്യിതുൻ വഹുവ ഹയ്യുൻ, മനുഷ്യനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നും മറ്റൊരു അഭിപ്രായം. മനുഷ്യനിൽ നിന്ന് ജീവനില്ലാത്ത ബീജം വരുന്നു, ആ ജീവനില്ലാത്ത ബീജത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യൻ വരുന്നു, ജീവനുള്ള മനുഷ്യനിൽ നിന്ന് ജീവനില്ലാത്ത ബീജം വരുന്നു. അപ്പോൾ അല്ലാഹു തആല രണ്ടിനെയും നിർജീവതയിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരാനും ജീവനിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകാനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഇക്രിമത്തു സുദ്ദി റളിയല്ലാഹു അൻഹു പറയാണ്, വേറെ ഒരു അഭിപ്രായ പ്രകാരം അത് ധാന്യങ്ങളെ കുറിച്ച്, സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ധാന്യം നമ്മൾ വിതക്കുന്ന സമയത്ത് ജീവനില്ലാത്തതാണ്. ആ ധാന്യം മുളച്ചു വരുമ്പോൾ അത് സസ്യമായി മാറുമ്പോൾ അതിന് ജീവനുണ്ട്. വീണ്ടും ആ സസ്യം വലുതായി അതിൽ നിന്ന് ജീവനില്ലാത്ത വിത്തുൽപാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പടച്ച് കാണിച്ചവനാണ് റബ്ബ്. അതുകൊണ്ട് പിന്നെ നാളെ ആഖിറത്തിൽ മരിച്ചുപോയ ഒരു വിഭാഗത്തിൽ നിന്ന് അവരെ ജീവിപ്പിക്കുക എന്നുള്ള അല്ലാഹനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അവിടുത്തെ വീട്ടിലേക്ക് കടന്നു ചെന്ന സമയത്ത് ഈ ജീവനും ജീവനില്ലാത്തതും എന്ന് വിശേഷിപ്പിച്ചത് മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ മറ്റൊരു അഭിപ്രായം ഈമാനുള്ളവരും ഇല്ലാത്തവരുമാണ്. ഈമാനുള്ളവനും ഇല്ലാത്തവനും. കാഫിറിന്റെ മനസ്സ് ആത്മീയമായി ജീവനില്ലാത്തതാണ്. എന്നാൽ ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് ആത്മീയമായി ജീവനുള്ളതാണ്. അതുകൊണ്ടൊരു കാഫിറിനെയും മുസ്ലിമിനെയും കുറിച്ച് പറഞ്ഞതാണ് എന്ന് ഒരു വിഭാഗം ഇമാമിയങ്ങൾ പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, ഭാര്യമാരുടെ അടുക്കലേക്ക്. അവിടെ ചെന്നപ്പോ അവിടെ ഒരു സഹോദരിയുണ്ട്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു ഭാര്യനോട്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഖാലിദത്തു ബിൻതുൽ അസ്വദ് ബിൻ അബ്ദുൽ യഹൂസ് എന്നവരാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ സൃഷ്ടിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? മഹാന്മാര് പറയുന്നു, ഫൽ മുറാദു അലാ ഹാദൽ ഖൗലി വകാനത് ഇംറാതു സ്വാലിഹത്തൻ വകാന അബൂഹാ കാഫിറൻ. ആ പെണ്ണ് സ്വാലിഹത്തായിരുന്നു, വാപ്പ കാഫിറായിരുന്നു. വാപ്പ മുസ്ലിം ആയിട്ടില്ല, പെണ്ണ് മുസ്ലിം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പടച്ച അല്ലാഹുവിന് സർവസ്തുതിയും. അപ്പൊ ഇവിടെ അല്ലാഹു തആല ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ എന്നുള്ളത് പ്രയാസമല്ല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, അല്ലാഹുവാണ് നമ്മെ നാളെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം നൽകുന്നതിന് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു, ഈ നഹ്നു നുഹ്യിൽ മൗതാ എന്ന് പറഞ്ഞത് അല്ലാഹു തആലക്ക് വലിയ പ്രയാസമില്ലാത്ത ഒരു കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ്.
ഇനി അതിന് ശേഷം വനക്തുബു മാ ഖദ്ദമു, നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചെയ്തതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, ഈ രണ്ട് കാര്യങ്ങളെയും അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു സൽക്കർമ്മം ചെയ്താൽ അല്ലാഹു അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മളൊരു തിന്മ ചെയ്താൽ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനുള്ളതെല്ലാം അവിടുന്ന് കണക്കിന് കിട്ടുന്നുമുണ്ട്. നിങ്ങൾ നോക്കൂ, ആസാറഹും എന്ന് പറഞ്ഞതിന് ഒരുപാട് വിശദീകരണമുണ്ട്. മഹാനായ ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അറാദ ബനൂ സലമത അൻ യതഹവ്വലു ഇലാ ഖുർബിൽ മസ്ജിദി, ബനൂ സഅദ് ഗോത്രക്കാരുടെ വീട് കുറെ ദൂരെയാണ്. അവരുദ്ദേശിച്ചത് എന്താണ്? മദീനത്തെ പള്ളിയുടെ അടുക്കലേക്ക് വീടാക്കാനാണ്. അങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബനീ സലമത ദിയാറകും തുക്തബ് ആസാറുകും, ദിയാറകും തുക്തബ് ആസാറുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനൂ സഅദ് ഗോത്രക്കാരെ, ബനൂ സലമ ഗോത്രക്കാരെ, നിങ്ങളെ വീട് പള്ളിയുടെ അടുത്തേക്ക് ആക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ വീടുകൾ വിദൂരത്താണ്. ആ വിദൂരത്ത് നിന്ന് പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുന്ന ദൂരം, അത് നാളെ നിങ്ങളുടെ അല്ലാഹുവിന്റെ അടുക്കൽ അത് രേഖപ്പെടുത്താനുള്ള കാരണമാണ്. നഹനു നഖ്തുബു, നഹനു നഖ്തുബു, നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. മാ ഖദ്ദമു, നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും, വആസാറഹും, നിങ്ങളുടെ അവശേഷിച്ച നിങ്ങളുടെ വീട്, നിങ്ങളുടെ കാൽപ്പാടുകൾ, ഓരോ കാലടിയും നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ഗുണം കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് എന്തിനാ പിന്നെ അങ്ങനെ ചെയ്യുന്നേ? അതിനെ തുടർഭാഗത്ത് കാണാം, മഹാനായ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു, സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും മശൈതു മഅ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇല സ്വലാ ഫഅസ്റഅതു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമ, 10 വർഷം ഖിദ്മത്ത് എടുത്ത ഖാദിമാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 40 വർഷം സഹവസിച്ച മഹാനാണ് സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു. അപ്പൊ ആ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയി. അപ്പൊ വേഗത്തിൽ പള്ളിയിലേക്ക് നടന്നു. അപ്പൊ അത്ര വേഗത്തിൽ പോകണ്ട എന്നായി. പിന്നീട് നിസ്കാരം കഴിഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനും ഇതുപോലെ നടന്നു വരുമ്പോ, പെട്ടെന്ന് നടന്നപ്പോ മെല്ലെ പോകാനായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പിടിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമാ അലിമ അന്നൽ ആസാറ തുക്തബ്, നമ്മുടെ ഈ ചലനങ്ങൾ, കാൽപ്പാടുകൾ, നടത്തമെല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. അത് നാളേക്കുള്ള ആസാറുകളാണ്. നമുക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാനുള്ള ആസാറുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ, അതല്ലേ ഫിഖ് നമ്മോട് പറഞ്ഞത്, പള്ളിയിലേക്ക് പോകുമ്പോ സാവകാശം പോകണം. അത് തന്നെ നല്ലതോ, ദൂരം നടന്നു പോകണം, കഴിയുമെങ്കിൽ അങ്ങനെയാണ് പോകേണ്ടത്. നല്ല വഴിയിലൂടെ പോകണം. ഇങ്ങനെ മഹാന്മാര് നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. നമ്മൾ പള്ളിയിലേക്ക് നടന്നു വന്ന കാൽപ്പാടുകൾ, ആ വഴി ദൂരങ്ങൾ, നമ്മൾ പിന്നിട്ട വഴികൾ, ആ വഴികളിലുള്ള വസ്തുക്കൾ എല്ലാം ആസാറും നമുക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാനുള്ളതാണ്. അപ്പൊ എല്ലാം നമുക്ക് കൂലി കിട്ടുന്നതാണ് എന്നർത്ഥം. ഇനി നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ പറയാം. മഹാനായ ഇമാം റാസി വിശദീകരണം കൊടുക്കുന്നത് കാണാം. ആസാർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തു വെച്ച എന്തൊക്കെ കാലകർമ്മങ്ങൾ ഉണ്ടോ അതിനൊക്കെ അവിടെ കിട്ടും. അതിന് ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിൽ ആമിലി ശൈഅ. ആരെങ്കിലും ഒരാൾ മൻ സന്ന സുന്നതൻ ഹസനതൻ, ഒരു നല്ല കാര്യത്തെ ഒരാൾ തുടക്കം കുറിച്ചു, ഒരാൾ ഒരു നല്ല കാര്യം തുടങ്ങി വെച്ചാൽ ഫലഹു അജ്റുഹാ, അവന് പ്രതിഫലമുണ്ട്. വഅജ്റു മൻ അമില ബിഹാ,
മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിൽ ആമിലി ശൈഅ. നമ്മൾ തുടങ്ങി വെച്ച കാര്യം അത് പിന്നെ ഒരാള് ചെയ്തു, അയാള് ചെയ്യുമ്പോൾ അയാള് ചെയ്യുന്നതിന്റെ പ്രതിഫലവും നമ്മൾക്ക് തന്നെ അതുപോലെ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം പോലെ അവർക്കൊന്നും തന്നെ കുറയാതെ നമ്മൾക്കും കിട്ടുന്നുണ്ട്. ഈ ഹദീസിന് ഒരുപാട് വിശദീകരണം നമുക്ക് കൊടുക്കാനാകും. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, നമ്മളൊരു നല്ല കർമ്മം ചെയ്താൽ, നമ്മുടെ ജീവിതകാലത്ത് നമ്മളൊരു നല്ല സൽക്കർമ്മം ചെയ്തു, അല്ലെങ്കിൽ ഒരു പുതിയ നല്ല ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചു, ആ തുടങ്ങി വെച്ചതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. അതിന് പിന്നീട് അത് കാലാകാലം കൊണ്ട് നടക്കുന്ന ആളുകൾ അവരത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ അതിന്റെ പ്രതിഫലവും നമ്മുടെ ഖബറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു നല്ല കാര്യം തുടങ്ങി, ഒരാൾക്ക് ഇത് എല്ലാ മേഖലയിലും നന്മയാണോ ഹസനത്താണോ അതിനൊക്കെ പ്രതിഫലം കിട്ടും. ഒരാളെ രാഷ്ട്രീയ മേഖലയാണ്, രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ പറയും ആ മന്ത്രി വന്ന സമയത്താണ് ആ പാലം വന്നത്, ഈ റോഡ് നന്നായത് ആ മന്ത്രി വന്നതിന് ശേഷമാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഹസനത്തുകളുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ, അയാൾ മുഅ്മിനാണെങ്കിൽ അയാൾ മന്ത്രിസ്ഥാനം മാറിയാലും അയാൾ മരിച്ചുപോയാലും അയാൾക്കതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് നിങ്ങൾ നോക്ക്, മൻ സന്ന സുന്നത്തൻ സയ്യിഅതൻ ഫഅലൈഹി വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ. ഒരാൾ ഒരു തിന്മക്ക് തുടക്കം കുറിച്ചു, സുബ്ഹാനല്ലാഹ്, തിന്മക്ക് തുടക്കം കുറിച്ചിട്ട് അയാളെ തിന്മ തുടങ്ങിയതിന്റെ പേരിൽ അതിന്റെ അനുഭവം അദ്ദേഹം ഖബറിൽ അനുഭവിക്കാണ്. മാത്രമല്ല അയാള് പിന്നീട് മരിച്ചതിന് ശേഷവും ആ തിന്മ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെയും ഒരു ബെനഫിറ്റ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരാളൊരു ന്യൂ ഇയറിന് ആഘോഷം, അയാൾ വലിയ വെയിറ്റായി ജീവിതകാലത്ത് പറഞ്ഞു, ഞാനുള്ള കാലത്താണ് തുടങ്ങി വെച്ചത് ഒരു ഹറാം, മ്യൂസിക്കും ഗാനമേളയും അതുപോലെ കൂത്താട്ടങ്ങളും ഹറാമായ കർമ്മങ്ങളെല്ലാം. ഒരു ഈദ് ഫസ്റ്റ് വെച്ചു, അല്ലെങ്കിൽ ന്യൂ ഇയർ വെച്ചു, എന്തിന്റെ പേരിലായാലും അയാളത് തുടങ്ങി വെച്ചു. എന്റെ ഭരണകാലത്ത് ഞാൻ തുടങ്ങിയതാണ്, ഞാൻ MLA ആയപ്പോ ഞാൻ തുടങ്ങിയതാണ്, ഞാൻ മന്ത്രിയായപ്പോ ഞാൻ തുടങ്ങിയതാണ്. അത് അയാൾ തുടങ്ങി വെച്ചത് തെറ്റ്. മരിച്ചു പോയാലും ഇതാര് തുടങ്ങിയെന്ന് പങ്കെടുക്കുന്നവർക്ക് അറിയുന്നില്ലെങ്കിൽ പോലും ആ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു കുറ്റം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വരുന്നുണ്ട്. ഒരാൾ വലിയൊരു സിനിമ ഹാള് തുടങ്ങി, അയാള് മരിച്ചുപോയി, പേരക്കുട്ടികൾ മക്കള് പേരക്കുട്ടികൾ കൈമാറി വന്നു. കാലക്രമേണ പിന്നെയും കുറെ ആളുകൾ അവിടെ നിന്ന് സിനിമ കണ്ട് ഹറാമ് ചെയ്തു പോകുന്നുണ്ട്. ഒരു വേശ്യാലയം തുടങ്ങി. ഇങ്ങനെ എന്തെല്ലാം ഹറാമിന് എന്തൊക്കെ വഴിയൊരുക്കുന്നുണ്ടോ അങ്ങനെ അയാളെ കൈ കൊണ്ട് തുടങ്ങി വെച്ചതാണെങ്കിൽ പിന്നീട് ഇവിടെ ഹറാമ ചെയ്യാൻ വരുന്ന ആൾക്കറിയില്ല ഇത് ആരതാണ്, ഇതിന്റെ ഓണർ ആരാ, ഇത് ആരാ തുടക്കം കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ അള്ളാഹ്ക്ക് അഡ്രസ് മാറൂല. കറക്റ്റ് അദ്ദേഹത്തിന് ഇവർ ചെയ്യുന്ന ഒരു കുറ്റത്തിന്റെ അതുപോലെയുള്ള ഒരു കുറ്റം ആ ഖബറിലേക്ക് എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു പേര്, ഒരു ഇരട്ട പേരിട്ട്, ഒരു ടൈറ്റ് പേരിട്ട് ഒരാൾക്ക് ഇഷ്ടമല്ല, അത് വിളിക്കുന്നത് ഇഷ്ടമല്ല. ഇട്ടോൻ കുടുങ്ങി, നാട്ടുകാര് മുഴുവൻ വിളിക്കുകയാണ്. ഇട്ടോൻ മരിച്ചു പോയാലും അവനെ ഖബറിൽ കിടക്കാൻ സൗകര്യം ഉണ്ടാവൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. പേര് വിളിക്കണോലും പേരിടണോലും എല്ലാരും ഓർത്തിടണം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേരാണ്, അദ്ദേഹത്തിന് നമ്മളാണ് ഇട്ടത്, നാട്ടുകാര് മുഴുവൻ അദ്ദേഹത്തെ ടൈറ്റ് പേര് വിളിക്കുകയാണ്. മരിച്ചു മാണ്ടോടാണോ കഴിഞ്ഞു, ഖബറിൽ ശിക്ഷ ഒഴിവാകുന്നില്ല. ഈ മനുഷ്യന് പൊരുത്തില്ലാത്ത കാലത്തോളം വലിയൊരു തെറ്റിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എത്രയോ നമുക്ക് പറയാനുണ്ട്. ഇങ്ങനെ നന്മകൾ ആരൊക്കെ ചെയ്തോ അതിന്റെയൊക്കെ പ്രതിഫലം ആസാറുകളായി വരും. പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു, മദ്രസയ്ക്ക് വേണ്ടി വഖഫ് ചെയ്തു. മഹാനായ തഫ്സീർ അബൂ സഊദിൽ പറയുന്നത് കാണാം ഇതിന്റെ വിശദീകരണം. അല്ലത്തി അബ്ഖൗഹാ മിനൽ ഹസനാത്ത്, ബാക്കി വരുന്ന ഹസനത്തുകൾ, മരിച്ചു പോയാൽ ഇവിടെ എന്തൊക്കെ ബാക്കി വരുന്ന ഹസനാത്തുകളുണ്ട് അതിന്റെ ഒക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് നഹ്നു നക്തുബു മാ ഖദ്ദമു വ ആസാറഹും, നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് ചെയ്തു വെച്ചതിന്റെ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അബൂ സഊദ് പറയും, നോക്കി
എന്താണ് കഇൽമിൻ അല്ലിമു, നമ്മൾ പഠിപ്പിക്കുന്ന തഅലീമ്, തഅല്ലുമു തഅലീമ വലിയ മഹത്വമുള്ള കാര്യമാണ്. ഒരു ഇൽമ്, ആ ഇൽമ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം, ഞാനിത് പഠിപ്പിച്ചു, ഞാനിപ്പോ ഇവിടെ നിന്ന് പറയുമ്പോ ഞാനിത് പറയുന്നത് ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. എന്റെ ബഹുവന്യരായ ഗുരുവര്യർ, വന്യരായ കോടമ്പഴ ഉസ്താദ് അവர்கள் പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചത് ഞാൻ പറയുമ്പോൾ, ഇവിടെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് പോലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിഫലം എന്റെ ഉസ്താദിന് വരുന്നുണ്ട്. അത് ഉസ്താദിന് വരുന്നുണ്ട്. അത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹിന്റെ അക്കൗണ്ടിൽ ഒരു ദിവസം എത്ര വരുന്നുണ്ട്? അവിടുന്നാണ് ഇതെല്ലാം അങ്ങ് പോകുന്നത്. മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അതിൽ റസൂലിനെയും പെടുട്ടോ. ചില ആളുകൾ പറയും മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. റസൂലിനെയും മുസ്ലിയാരിൽ പെടുന്നു, മനസ്സിലാക്കണം. വലിയ അപകടമുള്ള വർത്താനാണ്. അപ്പൊ അതുകൊണ്ട് ഇതങ്ങനെ കൈമാറി ഒരു ചെയിനാണ്, ആത്മീയമായ ചെയിൻ. ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾ നോക്കൂ. ഞാനിവിടെ നമ്മളെല്ലാവരും ഇന്നിപ്പോ നിസ്കരിച്ചു. മഗ്രിബ് നിസ്കാരത്തിൽ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഇതെല്ലാം നമ്മൾ ചൊല്ലി. ഇതെവിടെന്നാ നമുക്ക് കിട്ടിയത്? നമ്മൾ അലിഫും ബാവും പഠിപ്പിച്ച 1-ാം ക്ലാസ്സിൽ ഒരു ഉസ്താദ് ഉണ്ട്. ചിലപ്പോ നമ്മൾ മറന്നിട്ടുണ്ടാകും ആരായിരുന്നു എന്നെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്ന്. പക്ഷേ നമ്മൾ ഇവിടെ നിസ്കരിച്ചപ്പോഴേക്ക് 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ നമ്മൾ ഓർത്തിട്ടില്ലെങ്കിലും ആ ഉസ്താദിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കഴിഞ്ഞു. നമ്മളാക്കിയ നമ്മളെ ഉമ്മയും ബാപ്പയും, ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബറിലേക്ക് നമ്മൾ ചെയ്യുന്ന ഹസനാത്തിന്റെ പ്രതിഫലം എത്തിക്കഴിഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഈ ഹദീസിന്റെ പാഠം. നീ ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയമില്ല. അപ്പോ അല്ലാഹു തആല പറഞ്ഞു, എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒന്നും മിസ്സായി പോകുന്നില്ല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. ഒരാള് തിന്മ ചെയ്തു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നഹ്ലിന്റെ 25-ാം ആയത്ത്, ലിയഹ്മിലൂ ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമത്തി വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമി അലാ സാഅ മാ യസിറൂൻ. ഒരു തെറ്റ് ഞാൻ തുടങ്ങി വെച്ചിട്ട് ഞാനങ്ങ് മരിച്ചു പോയാൽ, ഞാനൊരു ക്ലബ്ബ് തുടങ്ങി വെച്ചിട്ട് അവിടെ കൂത്താട്ടങ്ങൾ നടക്കുന്ന ക്ലബ്ബാണ്, ഞാനങ്ങ് മരിച്ചു പോയാലും ആ ക്ലബ്ബിൽ പിന്നെ ആരൊക്കെ വരുന്നു, ആരൊക്കെ എന്തെങ്കിലും കൂത്താട്ടങ്ങൾ ചെയ്യുന്നു, ഇതാരാ തുടങ്ങിയതെന്ന് ക്ലബ്ബിൽ വരുന്നവൻ അറിയില്ല എങ്കിലും അതിന്റെ കുറ്റം അവനിലേക്ക് എത്തിച്ചെല്ലുമെന്ന് ഖുർആൻ. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അയ്യുമാ ദാഇൻ ദആ ഇലൽ ദലാലതി ഫത്തുബിഅ ഫഇന്ന അലൈഹി മിസ്ലു ഔസാറിൻ مثل أوزار من اتبعه من غير أن ينقص من أوزارهم شيء. ഒരാൾ ഒരു തിന്മയിലേക്ക് ഒരാളെ നയിക്കാണ്. ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ വിളിച്ചിട്ട്, ക്യാമ്പസിൽ നിന്ന് സീനിയറായ ഒരുത്തം വിളിച്ചിട്ട് MDMA കൊടുത്തിട്ട് പറയാണ്, ഒരു കഞ്ചാവ് കൊടുത്തിട്ട് പറയാണ്, മോനെ ഇതൊന്ന് കഴിച്ചു നോക്ക്, നിനക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ടെൻഷനില്ല, രാത്രി പരീക്ഷയ്ക്ക് പഠിക്കാൻ ഉറക്കമില്ല, ഒരു പ്രയാസവുമില്ല, നല്ല ഉന്മേഷം കിട്ടുന്ന ചെറിയൊരു മരുന്നാണ്. അവൻ അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ അവളെ അങ്ങനെ പറഞ്ഞതിലേക്ക് വശംവദരാക്കി അവളത് കഴിച്ചു തുടങ്ങി. വീണ്ടും കൊടുത്ത് അവരതിന് അഡിക്റ്റായി പോയി. ആ തെറ്റിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നവനുണ്ടല്ലോ, ഒരാളെ തിന്മയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ ഫത്തുബിഅ, ആ കൊണ്ടുവന്ന ആ തിന്മയിൽ അങ്ങ് തുടർന്നു പോയാൽ ഫഇന്ന അലൈഹി മിസ്ലു ഔസാരി മൻ ഇത്തബഅഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ശൈഅ. ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കുറ്റം കിട്ടുന്നത് പോലെ അവന്റെ കുറ്റത്തിൽ നിന്നൊരൽപ്പവും പോലും കുറയാതെ ഇത് പഠിപ്പിച്ചവനും അതുപോലെ കുറ്റമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തുടർന്ന് പറയുന്നു, അയ്യുമാ ദാഇൻ ദആ ഇലൽ ഹുദാ ഫത്തുബിഅ ഫലഹു മിസ്ലു ഉജൂരിഹിം മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈഅ. അതേ സമയത്ത് ഒരാളെ നന്മയിലേക്ക് ഒരാൾ കൊണ്ടുവരികയാണ്,
മോനെ നീ പള്ളിയിലേക്ക് വരണം, നിസ്കരിക്കാൻ വരണം. കൂട്ടുകാരനെ കൊണ്ടുവന്നവൻ നിസ്കാരം അങ്ങ് സ്ഥിരമാക്കി തുടങ്ങി. ആ നിസ്കരിക്കുന്നതിന്റെ മുഴുവനും പ്രതിഫലം അവന് ഒരു അല്പം പോലും കുറയാതെ അവനെ പള്ളിയിലേക്ക് എത്തിച്ചവന് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോനെ 10ാം ക്ലാസ് കഴിഞ്ഞു, ദർസിലേക്കാക്കണം, ഇൽമ പഠിപ്പിക്കണം എന്ന ചിന്ത ഒരാൾക്ക് വന്നു. ആ മോന് ദർസിലേക്ക് എത്തിക്കാനുള്ള വഴി ഒരാൾ എത്തിച്ചു കൊടുത്തു. അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കാനുള്ള വഴി എത്തിച്ചു കൊടുത്തു. ഹാഫിളാക്കാനുള്ള വഴി എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഒരു നല്ല കർമ്മം ചെയ്തു കൊടുത്താൽ അയാൾ ആ മോന് വലുതായി ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ചെയ്തതും നിങ്ങൾ ബാക്കി വെച്ചതും ആസാർ. അതാണ് നമ്മൾ മരണപ്പെട്ടു പോയിട്ടും ഇവിടെ അവശേഷിക്കുന്ന ഹസനാത്തുകളുണ്ട്. ആ ഹസനാത്തുകൾ നമ്മുടെ ബിൽഡിംഗ് വാടക കിട്ടുന്ന ബിൽഡിംഗ് ആണ്. ആ വാടക നമ്മൾ മരണപ്പെട്ടു പോയപ്പോൾ മക്കള് മേടിക്കാണ്. ഇന്ന് രാവിലെയും എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ബിൽഡിങ്ങിന്റെ വാടക ലഭിക്കുന്നുണ്ട്, ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഉമ്മാന്റെ പേരിൽ ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ വാടകയിൽ നിന്ന് 1500 രൂപ എല്ലാ മാസവും നമ്മുടെ പള്ളിക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ 1000 നമ്മുടെ ദർസിനാണ്, ആ 500 നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണ്. അപ്പൊ അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആസാർ. ഇതെല്ലാം അല്ലാഹു രേഖപ്പെടുത്തുന്നു. ഒരാൾ ഒരു ഹസനാത്ത് ഇവിടെ ബാക്കിയാക്കിയിട്ട് ഖബറിലേക്ക് പോയാൽ ഇതിന്റെ പ്രതിഫലം അഡ്രസ് അറിയാത്തതിന്റെ പേരിൽ ഇവിടെ ഒരിക്കലും കെട്ടിക്കിടക്കുന്നില്ല. അതേ സമയത്ത് ഒരു തിന്മ ചെയ്ത് ബാക്കിയാക്കി ഒരാൾ പോയി, ആ തിന്മയുടെ കുറ്റവും അഡ്രസ് അറിയാത്തതിന്റെ പേരിൽ ഒരു ഖബറിലേക്കും എത്താതിരിക്കുന്നില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം ആയത്തിന്റെ ബാക്കി ഭാഗത്ത് അല്ലാഹു പറഞ്ഞില്ലേ, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അഹ്സൈനാഹു അല്ലാഹു ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ് അല്ലാഹു തആല അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഫീ ഇമാമിൻ മുബീൻ, കിതാബും ബയ്യിൻ, വ്യക്തമായ ഒരു കിതാബിൽ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മാറുകയില്ല. ഇമാമും മുബീൻ. ഇമാം, അതിന് വേറെ ഒരു വ്യാഖ്യാനം കൂടെ കാണാം. നാളെ മഹ്ശറ ലോകത്ത് നമ്മൾ വരുമ്പോൾ ഓരോ ആളുകളെയും വിളിക്കുന്നത് സൂറത്തുൽ ഇസ്രാഇന്റെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. ഓരോ ജനങ്ങളെ എല്ലാവരെയും അവരെ വിളിക്കുന്നത് അവരുടെ ഇമാമിനോടുകൂടെയാണ്. ഖുർആനിൽ ഫിർഔനിനെ പറ്റി പറഞ്ഞ ഭാഗത്ത് കാണാം, لقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെയും അവിടുത്തെ ജനതയുടെയും ഇടയിലേക്ക് അയച്ചു. പക്ഷേ ജനത മൂസാ നബി അംഗീകരിച്ചിട്ടില്ല. അവര് മൂസാ നബി അംഗീകരിക്കാതെ ഫിർഔനിന്റെ കൂടെ കൂടി. അല്ലാഹു പറയാണ്, യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുന്നാർ. യഖ്ദുമു ഖൗമഹു, ആ ഫിർഔനെയും അവന്റെ ടീമിനെയും നാളെ അല്ലാഹു കൊണ്ടുവരും. ആ കൊണ്ടുവരുമ്പോ ഫിർഔന് മുമ്പിലുണ്ട്, അവന്റെ പിന്നിൽ ഈ ആളുകളുമുണ്ട്. യൗമൽ ഖിയാമയിൽ കൊണ്ടുവരും. ഫഔറദഹുമുന്നാർ, അവരെ നരകത്തിലേക്ക് ഫിർഔനിനോടൊന്നിച്ചങ്ങ് തള്ളിക്കളയും. വബിഇസൽ വിറദുൽ മൗറൂദ്. എത്ര ഖേദകരമായ അവസ്ഥയാണെന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പൊ ഓരോരുത്തരുടെയും അവരവരുടെ ഇമാമാരെയാക്കാൻ ആക്കിയത് നമ്മുടെ ഇമാം ഹബീബ് മുത്ത് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇമാമിങ്ങൾ, മഹാന്മാരായ ഇമാമിങ്ങൾ, സുന്നത്ത് ജമാഅത്തിനെ പിന്തുടർന്ന് ജീവിച്ചവൻ ലിവാഉൽ ഹംദിന്റെ കീഴിൽ വരാനുള്ളവരാണ്. അല്ലാഹു അതിന്റെ കീഴിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരൽപ്പം പോലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനോ വ്യതിയാനം സംഭവിക്കാനോ അബദ്ധം പറ്റിപ്പോകാനോ സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് ഇന്നാ നഹ്നു, നമ്മളാണടോ, നഹ്നു നുഹ്യിൽ മൗത, മരിച്ചുപോയ നിന്നെ ഖബറിൽ നിന്ന് ഈയൽ എണീറ്റ് വരുന്ന പോലെ എണീറ്റ് വരൂടോ, നീയൊക്കെ എണീറ്റ് വരും. എന്നിട്ടോ നിന്റെ അമലുകൾ ഇത്രയും ജനങ്ങൾ ഉള്ളതുകൊണ്ട് മാറിപ്പോകുമോ? വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, നീ ചെയ്തു കഴിഞ്ഞതും ബാക്കി വെച്ചതും എല്ലാം ഞാൻ രേഖപ്പെടുത്തി കാണിച്ചു തരുമടോ എന്ന് ഖുർആൻ പറയാണ്. അല്ലാഹു തആല നല്ല നിലക്ക് അമലുകൾ ചെയ്ത് നാളെ ഖബറിലേക്ക് സുഹൃതങ്ങൾ എത്തുന്ന അമലുകൾ ഇവിടെ ബാക്കിയാക്കി പോകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാൻ.